ഇപ്പോൾ 40 വയസ്സിൽ തന്നെ ഒരു 60 വയസ്സിനേക്കുള്ളത് കുടിച്ച് കഴിഞ്ഞു അല്ലേ ആള്? കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ ചോദിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും തോന്നരുത് കേട്ടോ. നമ്മൾ ഈ മരുന്നൊക്കെ കൊടുത്ത് തുടങ്ങാനുള്ളതല്ലേ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയണം. കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ മദ്യപിക്കുന്ന സ്വഭാവമുള്ള അച്ഛനോ അപ്പൂപ്പനോ അങ്ങനെ ആരെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇല്ല, ശീതളേട്ടൻ്റെ അച്ഛൻ കുടിക്കൂലേ? അച്ഛൻ കുടിക്കൂലേ അല്ലേ? പിന്നെ അപ്പൂപ്പന്റെ കാര്യം അറിഞ്ഞൂടാ. അത് അപ്പൂപ്പന്റെ കാര്യം അറിയാത്ത? എന്നെ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേക്കും അപ്പൂപ്പൻ മരിച്ചു. ഓ, അപ്പൂ മരിച്ചില്ലേ? അവന്റെ വേറെ കൊച്ചപ്പന്മാരോ അങ്ങനെ അമ്മാവന്മാരൊന്നും ഇല്ല. ഒന്നും കഴിയില്ല അല്ലേ? ഇല്ല. ആ ശരി, നന്നായി. സാറേ, ഈയുടെ ചികിത്സയിലെ രോഗികള് അവരെ നിർബന്ധിച്ച് മർദ്ദിച്ച് അവശരാക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് പുറത്തുനിന്ന് പറയുന്നത് കേട്ടില്ല. ശരിയെന്നോന്ന് അറിയില്ല. എന്തെങ്കിലും പറയണത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ മരുന്ന് കഴിക്കാത്തവരെ നമ്മൾ ഇച്ചിരി ഒന്ന് കൈയും കാലും ഒക്കെ കെട്ടി അവരെ എവിടെയെങ്കിലും കൊണ്ട് എത്തിയിട്ട് അവരുടെ ഈ തള്ളയുണ്ടല്ലോ ഇങ്ങോട്ട് പിടിച്ചിട്ട് അണ്ണാക്കിലിട്ട് അങ്ങോട്ട് മരുന്ന് ഒഴിച്ചു കൊടുക്കും. മരുന്നുള്ളിൽ ചെല്ലണമല്ലോ. ചികിത്സ കഴിഞ്ഞാൽ പണിക്ക് പോകാൻ പറ്റുമോ? എന്തായാലും ചെയ്യണം. 1ാം തരം വർക്ക്ഷോപ്പ് ജോലിക്കാരനാ സാറേ. ഇതിപ്പോ ഈ നമ്മള് 1ാം തരം എന്നുള്ളത് ചിലപ്പോൾ ഒരു 4ാം തരോ ചിലപ്പോൾ ഒരു 7ാം തരോ ഒരു 10ാം തരം വരെയൊക്കെ ആവും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, പണിക്ക് പോവാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, പേടിക്കണം. അല്ല, കള്ളുകുടി പൂർണ്ണമായിട്ട് നിർത്തുമല്ലോ അല്ലേ? അല്ല, കള്ളുകുടി ഒരു 95% കള്ളിനോട് പിന്നെ ഒരു വിരക്തി ഉണ്ടാവും. സ്വഭാവത്തിന് വല്ല മാറ്റവും? സ്വഭാവം മാറും. ചിലപ്പോൾ ഈ മരുന്ന് ചെല്ലുമ്പോൾ വയലൻ്റ് ആവും, ചിലപ്പോൾ അട്ടഹസിക്കും, വിളിച്ചു പോവും, ബഹളം വയ്ക്കും, അങ്ങനെയൊക്കെ ഉള്ളത്. അതേ ഉള്ളൂ, അല്ലാതെ വേറെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവും. സാറേ, ഈ മദ്യം കഴിക്കുമ്പോൾ ഇതിന് അലർച്ചയും ഒച്ചപ്പാടും ബഹളും ഈ പറയുന്നതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം മരുന്ന് കഴിച്ചാൽ ഇതന്നെ ഉണ്ടാവും സാറേ? അല്ല, ഇത് പറഞ്ഞില്ല, ഇത് ഉള്ളിൽ കിടക്കുന്ന ഇതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ക്രമേണ അതൊക്കെ മാറിക്കോളും. അപ്പൊ ഇത് മരുന്ന് കൊടുത്തിട്ടാണോ മാറ്റണേ? കൊടുക്കും. ഈ മദ്യത്തിനോട് വിരക്തി തോന്നാനായിട്ട് ഡൈസൽഫറാം എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മദ്യത്തിനോടുള്ള എല്ലാ ആസക്തിയും അങ്ങ് നഷ്ടപ്പെടുക. ആളിന് തലയ്ക്ക് നേരത്തെ വല്ല കുഴപ്പമുണ്ടോ? ഇല്ലില്ല, കുഴപ്പമില്ല. പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തം. അല്ല, അത് പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്കതിലും ഉണ്ടാവില്ലേ? പറഞ്ഞൊന്നും അങ്ങനെയല്ല. ഇതിപ്പോൾ മദ്യമല്ലേ, അത് അകത്ത് ചെന്നാൽ ആർക്കും ഉണ്ടാവും. കാണിക്കുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. ഇതൊരു 21 ദിവസം 21 ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അല്ല ഡോക്ടർ, 21 ദിവസം? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നാൽ മതി? മതി, നിങ്ങൾ 21 ദിവസം കഴിയുമ്പോഴേക്ക് വന്നാൽ മതി. ഡോക്ടർ, എങ്ങനെയെങ്കിലും ശീതളേട്ടനെ ഒന്ന് ശരിയാക്കണം. ശരിയാക്കും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓക്കെ ആക്കി തരും നിങ്ങളുടെ ഹസ്ബൻഡിനെ കയ്യിൽ കേട്ടോ. ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് സാറേ. വെറും പ്രതീക്ഷയല്ല, 100% പ്രതീക്ഷ വെച്ചോളൂ കേട്ടോ. സന്തോഷമായിട്ട് പോകട്ടെ. ശരി. ഇല്ലേ, ഞാനേ നമ്മുടെ ശീതളുണ്ടല്ലോ, ആ വർക്ക്ഷോപ്പിലെ പണിക്കാരനേ. അപ്പോ അവൻ ലേശം കഴിക്കുന്ന ആളാ. നല്ല കൂടിയാ. അപ്പൊ അവൻ ആ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. എന്താ ചെയ്യാല്ലേ, ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരി കംപ്ലീറ്റ് ഉണ്ടോ ഈ ലഹരിക്ക് അടിമയാണ്. പക്ഷേ അതെ, ഇതെന്താ തന്റെ വയലെന്താ? മുറുക്കാൻ. ഇനി ഈ മുറുക്കാൻ ഇട്ടിട്ട് എന്നോട് വല്ലതും പറയാൻ വന്നു കഴിഞ്ഞാൽ അടിച്ച് കണ്ണ് ഞാൻ പൊട്ടിക്കും. കഴുതാ ഞങ്ങടാ അങ്ങനെ നോക്കൂടെ? ശീതളൻ അകത്തുണ്ട്. അതുണ്ടോ? ഓ എന്നാ ശരി. അല്ല, അത് കുറെ ഒരക്കിലോ തുടങ്ങിയിട്ട് തീർന്നില്ലേ? അത് തീരുമ്പോ തീരും. മറിമായം